ഡിസ്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഡ്യുവൽ ഡിസ്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഇത് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിസ്കിൻ്റെ വെയിറ്റ് 1980 ശേഷം ആ ഒരു ചാല് വീണ് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് പിന്നെ തിരക്കിയ സമയത്ത് അവർ പറഞ്ഞു നമ്മളെ ഗീവ് വിന്നർ ആരാണെന്നുള്ളത് ഈ വീഡിയോ കൂടെ ചേർക്കുന്നതായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേജർ അപ്ഡേഷനാണ്, അല്ലെങ്കിൽ മേജർ ചേഞ്ചാണ് നമ്മുടെ വണ്ടിയിൽ വരുത്താൻ പോകുന്ന ഒരു വലിയൊരു ചേഞ്ചാണ് കേട്ടോ. അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ കഴിഞ്ഞ ഉറുമ്പക്കര ട്രിപ്പ് പോയ സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഡിസ്ക് ചെറിയൊരു ബെൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെയ്ക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മുടെ ഡിസ്ക് ചെറിയൊരു ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താ പറയുന്ന ആ ബെൻഡൊക്കെ യൂസ്ഡ് ആയി കേട്ടോ. അപ്പോൾ ബെൻഡ് ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലേക്കാണ് ബ്രേക്ക് പിടിക്കുന്നത്. ഫസ്റ്റ് ടൈം ബെൻഡൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ബെൻഡൊക്കെ എന്താ പറയുന്നത്, അത് വണ്ടിക്ക് ഉള്ള കണക്കങ്ങ് ആയിപ്പോയി ബ്രേക്ക് പിടിക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും അത് മാറ്റണം. അതേപോലെ ഡിസ്ക് നല്ല ചാല് വീണ് കേട്ടോ. അതിനാൽ ഡിസ്ക് ഊരുമ്പോൾ കാണിച്ചു തരാം. ഡിസ്ക് നല്ലപോലെ കുഴിഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ഡിസ്ക് മാറാൻ ടൈം ഏകദേശമായി. അതേപോലെ ബേക്കിലത്തെ ഡിസ്ക്കും മാറാൻ ടൈമായിട്ടോ. അപ്പോൾ ഇനി അടുത്തത് മാറാൻ വേണ്ടി നമ്മൾ ബേക്കിലത്തെ ഡിസ്ക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാറുന്ന ഫ്രണ്ട് ഡിസ്ക്കാണ്. അപ്പോൾ അതേപോലെ നമ്മൾ സ്വിംഗ് ആൻഡ് ബിയറിംഗ് ഇതൊരിക്കലും മാറിയിട്ടില്ല. അതെന്തായാലും 2 ദിവസത്തിനകത്ത് അതും മാറും കേട്ടോ. അത് നമ്മുടെ ടയറിൻ്റെ അവസ്ഥ ഉണ്ടോ, അപ്പോളോ ആൽഫ H1 സ്വിംഗ് ആൻഡ് ബിയറിംഗ് പോയോണ്ടാണെന്ന് അറിയാൻ വയ്യ. ടയർ എന്തായാലും ഒരു സൈഡ് വെട്ടി തേഞ്ഞിട്ടോ, നല്ലപോലെ തേഞ്ഞ നൂല് കണ്ടു കുഴിഞ്ഞണ കയ്പ് കേട്ടോ ഒരു സൈഡ്. അപ്പം ടയറും മാറണം. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പരിപാടികൾ വണ്ടി കിടക്കുന്നത്. ഇനി പിന്നെ കുറച്ച് അപ്ഡേഷൻസും വണ്ടിയിൽ വരാറുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരാം. നമ്മുടെ വിസ്ത ഓട്ടോ കെയറിൻ്റെ കിട്ടുന്ന 2 പ്രോഡക്റ്റ്സാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് സ്റ്റെയിൻസും കറകളും എല്ലാം ഉണ്ടെങ്കിൽ വണ്ടിയിൽ ഇത് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കറയും പോവും. ഇതെന്ന് പറയുന്നത് ഒരു ഷൈൻ സാധനം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി പളവളാ തിളങ്ങും, അമ്മാതിരി ഐറ്റം. ഒരു രക്ഷയില്ല. അത് വണ്ടി ഞാൻ യൂസ് ചെയ്തപ്പോൾ കാണിച്ചു തരാമേ. വണ്ടിയിൽ കുറച്ച് ഭാഗത്ത് ചെറിയ കറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 185 രൂപയാണ് 125 ml. പക്ഷേ ഈ സാധനം വാങ്ങിച്ചാൽ എനിക്ക് തോന്നുന്നു നല്ല യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് അടിച്ച് കാണിച്ചതാ. ഈ ഭാഗത്തൊക്കെ ആയിട്ടും കുറച്ച് കറയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണ്ട. നമ്മളെ ചെയിനിൽ നിന്ന് തെറിക്കുന്ന ലൂബും അതേപോലെ ഓയിലിൻ്റെയൊക്കെ അംശങ്ങൾ ഇവിടെ കാണുന്ന. ഇത് നമ്മൾ വാഷ് ചെയ്താലും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഇവിടെ ആയിട്ടും ചെറിയ സ്റ്റെയിനൊക്കെ ഉണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. എന്തോ ഒലിച്ചിറങ്ങിയ പോലത്തെ ഒരു സ്റ്റെയിൻ അവിടെയും കാണാൻ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിച്ചിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ടാർ അതിൻ്റെ ബഗ് സ്റ്റെയിൻ റിമൂവർ എന്നാണ്. ജസ്റ്റ് സ്പ്രേ ചെയ്യുക, അതേപോലെ വൈപ്പ് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പഴയൊരു തുണി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കാം. കണ്ടോ സാധനം. എന്താ പറയുന്നത്, ആ കറ കണക്കിരിക്കുന്ന സംഭവമൊക്കെ സെറ്റായിട്ട് ഇളകി പോകും കേട്ടോ. ഇതടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ ആ സ്പ്രേയും കൂടി അടിക്കുന്ന സമയത്ത് നല്ല പോലെ പോവും. കണ്ടോ ഇവിടെ കറ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല കട്ടി അഴുക്ക് എന്തോ കണ്ട. കട്ടി അഴുക്കല്ല, അതും പോയി. പോയി, എല്ലാം പോയി. സെറ്റ് കണ്ടോ. തുടച്ചു നോക്കാം. കണ്ട ഇവിടെ കിട്ടുന്ന വ്യത്യാസം അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റെയിൻ ഇങ്ങനെ ഒലിച്ചിറങ്ങണൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. പക്ഷേ ആ സാധനം മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെറ്റ്. കണ്ടോ ഫുള്ളായിട്ട് മാഞ്ഞു പോയി. കണ്ടോ ഫുള്ളായിട്ട് മാഞ്ഞു. ഇവിടെ എന്തോ ഒലിച്ചിറങ്ങിയ പോലത്തെ ഇങ്ങനൊരു സ്റ്റെയിനായിരുന്നു. അതെന്തായാലും മാഞ്ഞു പോയിട്ടാ. ഞാൻ ഇത് അപ്പർ സൈഡിൽ ഇതേപോലെ പരീക്ഷിച്ച് നോക്കി. അത് മാഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ സാധനം വാങ്ങിക്കുന്നത് എന്തായാലും വർത്തായിരിക്കും ഫുൾ സാധനം. നമുക്ക് ആ ഷൈനറും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഇത് ഓട്ടോ കെയറിൻ്റെ ബൈക്ക് ഷൈനറാണ്. ഇത് വന്നിട്ട് 210 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ 250 ml ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അടിച്ചു നോക്കാം. അപ്പോൾ ഇതടിക്കാനും വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, സ്പ്രേ ചെയ്യുക. കണ്ടോ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, നൈസായിട്ട് തുടച്ചെടുക്കുക. അതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കാവേ. നല്ലൊരു ക്ലീൻ തുണി എടുത്തിട്ടാ ഇതേപോലെ അങ്ങ് തുടച്ചു കൊടുത്താൽ എൻ്റെ മോനെ അഴുക്കും പോവും. അതേപോലെ കിട്ടിലെടുത്ത് ഇളങ്ങുകയും ചെയ്യും കേട്ടോ.
ഇത് ഞാൻ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്ക് അറിയാൻ വയ്യ, പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല ഷൈനിങ് ഉണ്ട്. കണ്ട സെറ്റ്. കുറച്ചൊരു ടൈം എടുത്ത് നല്ല കുറേ നേരം ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നാൽ നല്ല ഷൈൻ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഴുക്കെല്ലാം പോയിട്ട് ഇപ്പം എന്തായാലും ഷൈനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ 2 പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് കുറേ സ്ഥലത്ത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ടയറിൽ, ബോഡി പാർട്സിൽ എല്ലായിടത്തും യൂസ് ചെയ്യാം. എന്താ പറയുന്നത്, നമ്മുടെ മെറ്റലിൽ, അതേപോലെ ഇതുപോലത്തെ ഗ്ലോസി വരുന്ന പാർട്സിൽ, ഗ്ലോസി വിനൈൽ സ്റ്റിക്കേഴ്സ് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സംഭവം. മറ്റതും അതുപോലെ തന്നെയാണ്. 2 ഒരേ ആപ്ലിക്കേഷനൊക്കെ തന്നെയാണ്, പക്ഷേ 2 പർപ്പസാണ്. അപ്പം ഇത് 2 വാങ്ങിക്കാൻ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്താക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്ക് ഇതായിരിക്കുന്നു. ഞാൻ പൊട്ടിച്ചൊരു നോക്കിയില്ല കേട്ടോ. ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വേണം പൊട്ടിച്ച് നോക്കാനായിട്ട്. ഡിസ്കിൻ്റെ റേറ്റ് വന്നിട്ട് 2947 രൂപയാണ് ഡിസ്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഡിസ്കിന് വ്യത്യാസമൊന്നുമില്ല. എക്സ്റ്റിക്ക് വിറ്റിക്കാനും എല്ലാം സെയിം തന്നെയാണ്. സ്പ്രോക്കറ്റിനൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഇപ്പോൾ നമ്മളത് വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. അപ്പോൾ ഈ ഡിസ്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഡ്യുവൽ ഡിസ്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അത് വർക്കിംഗ് ആയിരിക്കത്തില്ല, ഷോ ആയിരിക്കും. വർക്കിംഗ് നമുക്ക് പിന്നെ ഭാവിയിലാണ് ചെയ്യാം. ഇപ്പോൾ ഷോ ആയിട്ട് ഡിസ്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് എങ്ങനെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ വെക്കാൻ പറ്റുമോ ഇല്ലേ ഒന്നും അറിയാൻ വയ്യ. ചെറിയൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എന്തായാലും ചെയ്യണം. അപ്പോൾ അതാണ് ഒരു അടുത്ത മേജർ അപ്ഡേഷൻ എന്ന് പറയാനുള്ള. പിന്നെ നമ്മൾ നോർമലായിട്ട് എടുത്ത് നമ്മളെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ നമ്മൾ ഈ എയർ ഫിൽറ്റർ വെച്ചതിന് ശേഷം ഞാൻ കുറേ കിലോമീറ്റർ ഓടിച്ചു. അപ്പം എല്ലാവരും ചോദിച്ച സംശയമാണ്, എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച്. അപ്പോൾ മാറ്റം എന്തായാലും ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വണ്ടിയുടെ വലിവിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് പെട്ടെന്നൊരു റെസ്പോൺസ് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ആ ഭയങ്കര ഒരു എഴിച്ചിൽ മാറിയിട്ട് കുറച്ചും കൂടെ ഒന്ന് വണ്ടി ഒന്ന് എന്താ പറയുന്നത്, ആ ഒരു ലോ എൻഡ് ആക്സലറേഷൻ കാര്യങ്ങൾ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അത് വെച്ചതിന് ശേഷമുള്ള മെയിൻ ഒരു അപ്ഡേഷൻ എന്ന് പറയാനായിട്ട്. പിന്നെ മൈലേജ് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. മൈലേജൊക്കെ ഇമ്പ്രൂവ് ആകുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊക്കെ സെറ്റായിരിക്കും. ഇതാണ് വണ്ടിയുടെ പവറിൻ്റെ ഭാഗത്ത് വന്ന ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ആക്സലറേഷൻ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. EC ഇതൊരിക്കലും റീസെറ്റ് ചെയ്തിട്ടില്ല. EC കൂടെ റീസെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതെന്തായാലും അടുത്ത സർവീസിലാണ് പോയി ചെയ്യണം. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് ചെയ്യണം. അപ്പോൾ ഇത് വെച്ച് എന്തായാലും നിങ്ങൾ EC കൂടെ റീസെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നമ്മളെ ഗീവ് വിന്നർ ആരാണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ചേർക്കുന്നതായിരിക്കും. അപ്പം ആരാണെങ്കിലും ജസ്റ്റ് ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ചെയ്യാമേ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഗീവ് റിസൾട്ട് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ കേട്ടോ. ഇതാണ് നമ്മുടെ വീഡിയോ മോഡിഫൈയും സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ട വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറേ അധികം കമൻറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 225ഓളം കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈസും കൂടെ കൂട്ടിയാണ് അത്രയും കമൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിപ്ലൈസ് കൂട്ടാൻ നമുക്ക് എത്ര കമൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് നോക്കാമേ. ഇപ്പോൾ എന്തായാലും ലിങ്ക് കോപ്പി ചെയ്തു. നമ്മൾ നേരെ ഞാൻ ആ വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമൻറ്റ് പിക്കർ എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഫിൽറ്ററും ആഡ് ചെയ്യുന്നില്ല. ഇത്രയും ഫിൽറ്ററിനകത്ത് കിടപ്പുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നേരെ നമ്മൾ സെർച്ച് കൊടുക്കുകയാണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ ഒരു എന്താ പറയുന്നത് 6+8 എന്നുള്ള ഒരു പസിൽ കിടപ്പുണ്ട്. അത് സോൾവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ യൂട്യൂബ് കമൻറ്റ്സ് എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ കമൻറ്റ്സിൻ്റെ ലോഡാവും. ഏകദേശം 178ഓളം കമൻറ്റ്സ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അതിൻ്റെ റിപ്ലൈസ് കൂടാതെ. ഇനി നമുക്ക് സ്റ്റാർട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ആകാംക്ഷയുണ്ട് ആരാണ് ഫസ്റ്റ് വിന്നർ. നമ്മുടെ വിന്നർ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വിന്നർ. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കമൻറ്റ് എപ്പോഴും ഞാൻ കാണുന്നതാണ് കേട്ടോ. നമ്മുടെ വീഡിയോസിലൊക്കെ മിക്കുള്ള വീഡിയോസിന് കമൻറ്റ് ഇടുന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിവ് വിന്നർ. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ബ്രോ. അപ്പോൾ ഇച്ചാപ്പി എന്നാണ് പേര്. ഇച്ച് ഫോർ PPI എന്ന ഇച്ചാപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ പുള്ളി ചെറിയൊരു ചാനലും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. 10 വീഡിയോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. 10 വീഡിയോസല്ല, സബ്സ്ക്രൈബേഴ്സൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിന്നർ. അപ്പോൾ ബ്രോ എന്തായാലും നമ്മുടെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എന്തായാലും ഗീവേനെ തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഈ സാധനം തരാനായിട്ട് കുറേ പേര് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആര് വിഷമിക്കേണ്ട, ഇനിയും നമ്മുടെ ഗീവേസ് വരുന്നതായിരിക്കും. ഇത് ചെറിയൊരു ഗീവേ ആയിരുന്നു. ഇതിൽ നിന്ന് നമ്മളെ കിട്ടില്ല ഗീവേസിന് വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ വർക്ക്ഷോപ്പ് എത്തി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഭയങ്കര വലിയ വർക്ക്ഷോപ്പൊന്നുമല്ല. അത്യാവശ്യം മോഡിഫിക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇവർ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസും അതേപോലെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോഡിഫിക്കേഷൻസ് ആണ്. അല്ലാതെ എഞ്ചിൻ പണിയും കാര്യങ്ങളും ചെയ്യത്തില്ല. നമ്മുടെ മോഡിഫിക്കേഷൻസും അതേപോലെ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും താഴെ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ള കയറി നോക്കുക കേട്ടോ അടുത്തുള്ളവരൊക്കെ.
ഗൈസ് ഇപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താ താഴെ കൊടുക്കുന്നതായിരിക്കും, ആവശ്യമുള്ള കയറി നോക്കുക. നമ്മുടെ ഡിസ്കും കാര്യങ്ങളൊക്കെ പുള്ളിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാമേ. പിന്നെ അതേപോലെ ഡിസ്കിൽ ചാല് വീണ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം, കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് നല്ലപോലെ കുഴിഞ്ഞാണ് ഡിസ്ക് ഇരിക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ കൊണ്ടാണ് എന്തായാലും മാറാൻ വിചാരിച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്ക് മാറി തുടങ്ങാം. ഡിസ്ക് മാറാൻ നേരം മിക്കവാറും ഫുള്ള് ഇളക്കി ഒരു പണിയാവും. നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഡിസ്ക് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈസ്. അപ്പം ഇതാണ് നമ്മളിനി വെക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇളക്കുന്ന കാര്യത്തിലൊക്കെ പോവാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ക് കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഡിസ്ക് നോക്കിക്കഴിഞ്ഞാൽ തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന്. നല്ലപോലെ ചാല് വീണു കേട്ടോ. ഇത് നൈസാണ്. അപ്പോൾ പുതിയ ഡിസ്ക്കാണിത്. അപ്പോൾ ഇതിനകത്ത് ഡ്യുവൽ ഡിസ്ക് ചെയ്യുമ്പം രസമായിരിക്കും. എന്തായാലും വെക്കാൻ പറ്റുമല്ലോ നമുക്ക് നോക്കാം. അതിന് മിക്കവാറും ചെറിയൊരു പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ച് ഡ്രിൽ ചെയ്ത് വെക്കേണ്ടി വരും. അതിൻ്റെ മണ്ടയിലായിരിക്കും നമ്മൾ ഡിസ്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബെൻഡായ ഡിസ്ക് നമ്മൾ ഇപ്പുറത്ത് വെച്ചിട്ട് വർക്കിംഗ് ഡിസ്ക് ഇപ്പുറത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാമേ. പിന്നെ നമ്മുടെ ദൂരാനായിട്ട് ഇവിടെ ഒരു അലങ്കി വരും. ഇത് ലൂസാക്കിയിട്ട് വേണം നമുക്ക് ആക്സിൽ ഊരി എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ ഇപ്പോൾ ഇവിടെ ജാക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോയിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് പൊക്കി നിർത്തത്തുള്ളൂ. അപ്പം അതും കൂടെ വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം കാണാം. ചാലുകൊണ്ടായിരിക്കും ബാക്ക് ഡിസ്ക് ഇവിടെ ഒരു വെട്ട് കണക്കായി. കഴിച്ചുമ്പോൾ നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ ഊരി. അപ്പോൾ ഈ ചാലുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഊരാൻ കുറച്ചൊന്ന് പണിയായിരുന്നേ. പിന്നെ അതേപോലെ ഫുള്ള് അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുകൊണ്ട് നമ്മളെ കാലിപ്പറിൻ്റെ അഴുക്കായിരിക്കുന്നതൊക്കെ. അപ്പം ഇതിൻ്റെ തിക്നെസ്സിനായി ഡിസ്ക് മാത്രം ഊരി എടുത്തതിന് ശേഷം ആ ഒരു ചാല് വീണ് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് പിന്നെ തിരക്കിയ സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തോ ബുഷോ കാര്യങ്ങളാണ്ട് വരും. അപ്പോൾ അത് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അറ്റം വിട്ടിട്ട് അകത്ത് മാത്രം പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഊരാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഡിസ്ക് കേട്ടോ. ഇപ്പോൾ അപ്പോൾ ഇതിനകത്ത് വെയിറ്റ് വ്യത്യാസം അത്യാവശ്യം നല്ലൊരു അറിയാനും ഉണ്ട്. ആ ഡിസ്ക്കും ഈ ഡിസ്ക്കും പിടിച്ച് നോക്കുമ്പം അത് വ്യത്യാസം വെയിറ്റ് കുറവാണ്. നോക്കാൻ പറ്റും. അത് ശരി. അപ്പോൾ നമുക്ക് വെയിറ്റ് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിസ്കിൻ്റെ വെയിറ്റ്. 1980 വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മളെ വെച്ചിരുന്ന ഡിസ്ക് പോയിട്ട് വെച്ചിരുന്നതിന് അത്യാവശ്യം നല്ല കുറവുണ്ട്. 375 ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് കുറവുണ്ട്. നല്ലൊരു തേഞ്ഞല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല തേഞ്ഞ് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഡിസ്ക് വെച്ച് നോക്കാം. കുറവല്ലേ? പിന്നെ 3 ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം തിക്നെസ് എന്ന് പറയുന്നത് 3.5 mm ആണ്. പക്ഷേ ഇതിപ്പോൾ അളന്ന് നോക്കിയ സമയത്ത് 3 mm അകത്തേ ഉള്ളൂ കേട്ടോ. മറ്റത് കറക്റ്റ് 3.5 mm ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. എന്തായാലും മാറ്റി നോക്കാം. ഇത് വെക്കാൻ ഭയങ്കര പാടൊന്നുമില്ലല്ലോ. ഇളക്കം ഇട്ടാൽ മതിയല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ പഴയ ഡിസ്ക് നടക്കുന്നത് നമ്മൾ പുതിയ ഡിസ്ക് സെറ്റ് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ എല്ലാം പഴയ കണക്ക് റീസെറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്താണ് എൻ്റെ ഫീഡ്ബാക്ക് എന്ന് കറക്റ്റ് പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും വെക്കാം. പിടിക്കണം. നേരെയാക്കണോ?
നമ്മളിതാ വണ്ടി ഡിസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയപ്പോൾ ചെറിയൊരു പിടുത്തമുണ്ട്. അത് പിടുത്തമായിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഒരയുന്ന കണക്ക് തോന്നുന്നു കേട്ടോ. അപ്പം അത് വണ്ടി ഓടുമ്പോൾ റെഡി ആകുമായിരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുത്തൻ ഡിസ്ക് എന്ന് പറയുന്ന. അപ്പോൾ ഇതെന്തായാലും വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാനൊന്നുമില്ല. മറ്റേ പഴയ ഡിസ്ക് പെൻട്രോൾ ഡിസ്ക് ഓടിക്കുമ്പോൾ എന്തായാലും നൈസായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇത് വെയിറ്റ് ഇല്ലടേ, ഞാൻ മറ്റേ കൊണ്ടത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അപ്പം നമ്മളെ പഴയ ഡിസ്ക് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ പോവേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും കൊടുക്കുന്നതായിരിക്കും. ഭയങ്കര വലിയ വീഡിയോ ഒന്നുമില്ല, ഇതേപോലെ ഭയങ്കര പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ വന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ, ആദ്യം പറയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പുത്തൻ ഡിസ്ക് ഇട്ട് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് മാറി നല്ലപോലെ ഒന്ന് ബ്രേക്ക് കിട്ടുന്ന രീതിയിൽ ആക്കണമെന്ന്. അപ്പോൾ അതെന്തായാലും ആക്കിയിട്ടുണ്ട്. അടുത്താണ് നമുക്കിനി ടയറ്, സിംഗം ബെയറിങ്, സ്പ്രോക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ മാറാറുണ്ട്. ഇതെല്ലാം കൂടെ മാറുമ്പോൾ വണ്ടിയിൽ ഏറെക്കുറെ കംപ്ലീറ്റ് റെഡിയാകും കേട്ടോ. നല്ലൊരു സർവീസ് ചെയ്താൽ നമുക്ക് വണ്ടി നല്ലൊരു കണ്ടീഷനാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഡിസ്ക് പിടിച്ചു നോക്കാം. ഞാൻ പിടിച്ചു നോക്കില്ല, ഇതുവരെയും പിടിച്ചു നോക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പിടിച്ചു നോക്കാവേ. ആ പുത്തൻ ഡിസ്കിൻ്റെ ഒരു ഇതുണ്ട്, അത് കുറച്ച് കഴിയുമ്പം പിടിച്ചതങ്ങ് റെഡിയാവും. പക്ഷേ ആ ഒരു എന്താ പറയുക, വിട്ട് പിടുത്തം ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു രസമൊക്കെ കേട്ടാ. മറ്റത് വിട്ട് പിടുത്തം ഞാൻ ഇങ്ങനെ തെറിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ബ്രേക്ക് പിടിക്കുമ്പോൾ. ഇപ്പോൾ എന്തായാലും അതില്ല. ആ ടയറുകളുണ്ടായിരുന്നെങ്കിൽ വണ്ടി ഒന്ന് നല്ലപോലെ പോകാമായിരുന്നു. ടയറില്ല. അത് കാഴ്ചപ്പം ഇത്രയും തന്നെയുള്ള വീഡിയോ. വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.